ലോകം അദ്ഭുതമാണെങ്കിൽ ആ അദ്ഭുത ദൃശ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ ഹേതു ഉണ്ടല്ലോ, ആ പ്രഭാവം, അത് ലോകത്തേക്കാൾ എത്രയോ മികച്ചതാ. അപ്പോൾ വാസ്തവത്തിൽ ഏതാ ആശ്ചര്യം? ലോകമോ ലോകകർത്താവും ലോകഹേതുവുമോ? അതാണ് ഇവിടെ പറയുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. നിങ്ങളുടെ ഉള്ളിൽ നോക്കൂ, എന്തെങ്കിലും നിറോ മണോ ഗുണോ ഉണ്ടോ നിങ്ങളുടെ മനസ്സിന്? ഇല്ല. എന്നാൽ മനസ്സ് ഉണ്ടാക്കി തീർക്കുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാ? ഒരാൾ കിടന്നുറങ്ങി ലോകം മുഴുവനും മറന്ന് ലോകവുമായിട്ടുള്ള ബന്ധം മുഴുവനും തുടച്ചു മാറ്റി, എന്നിട്ട് ആ ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീണു. ആ സ്വപ്നത്തിൽ കാണുന്നത് ജാഗ്രതയിലുള്ള പ്രപഞ്ചത്തെ അതിശയിക്കുന്ന ഒരു പ്രപഞ്ചമാണ് അവിടെ കാണുന്നത്. എത്രയെത്ര സൂര്യന്മാർ, എത്രയെത്ര ചന്ദ്രന്മാർ, എത്രയെത്ര നക്ഷത്രങ്ങൾ, എന്തൊക്കെ ജീവജാലങ്ങൾ, ആന, കുതിര, ഒട്ടകം, പല്ലി, കൊതു, സർവ്വതും ഉണ്ട് അവിടെ. ഇത് മുഴുവൻ രചിച്ചത് ആരാ? പുറം ലോകത്തിൽ ഒരു വസ്തുവോ ഒന്നുമല്ല രചിച്ചത്. പുറത്താണെങ്കിൽ ഭൂമിയുടെ മുകളിലാണ് നമ്മൾ അധിവസിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനസ്സ് രചിക്കുന്ന ഭൂമിയോ എവിടെയാണ് നിലനിൽക്കുന്നത്? ആലോചിച്ച് നോക്കൂ. അപ്പം സാധാരണ മണമോ നിറമോ ഗുണമോ ഒന്നുമില്ലാത്ത മനസ്സ് വർണ്ണശബളമായിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ മനസ്സിൻ്റെ ശക്തിയും പ്രഭാവവും എത്രയുണ്ട്? ആ മനസ്സിൻ്റെ അസല് രൂപമാണ് ആത്മാവ്. ആ മനസ്സിൻ്റെ തന്നെ സത്തയാണ് ഈ ആത്മാവ്. അപ്പോൾ ഈ ലോകം മുഴുവനും പ്രതിഭാസിക്കുന്നത് എവിടെയോ ആ പ്രതിഭാസത്തിന് കാരണഭൂതമായ അധിഷ്ഠാനമായ പരമാത്മ, ഞാൻ ഞാൻ എന്ന വാക്കിന് അധിഷ്ഠാനമായിരിക്കുന്ന ആ സത്യമുണ്ടല്ലോ, അതാണോ ആശ്ചര്യം? അതോ അത് രചിച്ച ഈ നിസ്സാര ലോകമോ എന്നാ? അതാണ് ഇവിടെ പറയുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ജനങ്ങൾ, അനവധി ജനങ്ങളുള്ളതിൽ ഒരുത്തനാണത്രേ ഈ ആത്മാവിനെ അത്യാശ്ചര്യമായി കാണുന്നത്. അത് കണ്ടവനും ആശ്ചര്യവാനായി. ലോകത്തില് അത്യദ്ഭുതം എന്ന് പറയുന്നത് എന്താ? എനിക്ക് മനസ്സിലായില്ല. 7 മഹാത്ഭുതങ്ങളാണ് പറയുന്നത്. അതിൽ താജ്മഹലാണ് നമ്മുടെ രാജ്യത്തിലുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 100-100 ചില്ലാനും കിലോമീറ്ററോ ദൂരത്ത് ശ്രവണബിലിഗുള എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു മോണോലിഥിക് തീർത്ഥങ്കരൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഒരേ സ്റ്റോണിൽ 80 അടി ഉയരമാണ്. ആ സ്റ്റാച്യുവിനെയാണത്രേ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായി ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചത്. അതാവണം വാസ്തവത്തിൽ അന്നും ഇന്നും. പക്ഷേ അത് താജ്മഹലിലേക്കാണ് പോയി. ആരെങ്കിലും ചരടുവലി കൊണ്ടാവാം. ആ മോണോലിഥിക് സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ 80 അടി ഉയരത്തിൽ ഒറ്റ കല്ല് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാച്യു ഒരു സ്ഥലത്തും ലോകത്തില്ല. അപ്പം മഹാത്ഭുതങ്ങൾ 7 എണ്ണം ലോകത്തിലുണ്ട് എന്ന് പറയും. ഈ മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഏതോ 7 എണ്ണം ഇതാണ് ഇവർ പറയുന്നത്. ഈ ഭൂമിയെപ്പോലെ എത്ര കോടാനുകോടി ഗോളങ്ങളുണ്ട് ഇവിടെ. ആ ഗോളങ്ങൾ മുഴുവൻ തമ്മിൽ തമ്മിൽ കൂടിയടിക്കാതെ ഓരോന്നിൻ്റെയും ഭ്രമണപഥത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ട് പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രഭു ഉണ്ടല്ലോ. ആ മഹാപ്രഭാവമല്ലേ വാസ്തവത്തിൽ അത്യാശ്ചര്യകരം. പോട്ടെ, ആ മഹാപ്രഭാവം എവിടെയാ? ശരീരത്തിന് പുറത്തെവിടെയെങ്കിലും ആണോ? റോക്കറ്റും PSLV ഒക്കെ ആയിട്ടാണോ നമ്മൾ അവിടെ ചെല്ലണത്? അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരുന്നിടത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കണ്ണടച്ച് മനസ്സിനെയും ബുദ്ധിയെയും താണ്ടിക്കിടന്ന് ചെന്നാലാണ് ഈ ആത്മ ആശയത്തിൽ നമുക്ക് ചെല്ലാൻ സാധിക്കുക. അപ്പൊ തൻ്റെ ഉള്ളിലാണ് ഈ ലോകം മുഴുവനും അധിഷ്ഠിതമായിരിക്കുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ ആ അറിവ് എത്ര വിശേഷപ്പെട്ട അറിവാണ്. ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ളത് ഇതാണ്. ആ വസ്തുവിനെ ശരിക്കും മനസ്സിലായി കഴിഞ്ഞാലോ ആ ആൾ ആശ്ചര്യവാനായി. അങ്ങനെ 2 തരത്തിലാണ് ഈ ശ്ലോകത്തിൽ അർത്ഥം. ആരോ ഒരാൾ ഈ ആത്മാവിനെ അത്യാശ്ചര്യകരമായി കാണുന്നു എന്ന്, അല്ലെങ്കിൽ കണ്ടവൻ, എനിക്ക് മനസ്സിലായവൻ അത്യപൂർവനാണ്, ആശ്ചര്യവാനാണ് ലോകത്തിൽ. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ. ഇതങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആളെ വീട്ടിലിരിക്കില്ല, നാട്ടിലും ഇരിക്കില്ല, ഉദ്യോഗത്തിലും വാഴില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രകൃതം മാറും. അപ്പോഴാണ് എനിക്ക് അലങ്കാരങ്ങളൊന്നും വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞ് താടി അങ്ങോട്ട് വടിച്ചു, തലയങ്ങോട്ട് വടിച്ചു, മൊട്ടത്തലയനായി. എന്നിട്ടോ അങ്ങോട്ട് നടക്കണു ചളിമുണ്ടു കൊടുത്തിട്ട്. മണ്ണിൻ്റെ നിറമാണല്ലോ ഈ കാവി. അതിന് അനുവദിക്കില്ല വേറെ ഒന്നും ചെയ്യാൻ.
ഈ ആത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ എന്ത് ബാക്കിയുണ്ട് നമുക്ക് കിട്ടാൻ? ഇവിടുത്തെ സ്വർണമോ, ഇവിടുത്തെ പ്ലാറ്റിനമോ, ഇവിടുത്തെ വെള്ളിയോ, ഇതിനൊന്നും ഒരു വിലയില്ല. ഒരു തട്ടിൽ നിൽക്കുന്നത് പരമാത്മാവാണ്. ഈ അനന്തം അജ്ഞാതം അവർണ്ണനീയം ലോകത്തെ മുഴുവൻ രചിച്ച മഹാപ്രഭാവം, ആ പ്രഭാവത്തിൻ്റെ മുമ്പിൽ ഈ ഒരു വിശ്വമല്ല, കോടാനുകോടി വിശ്വങ്ങളും അതിനൊപ്പം തൂങ്ങില്ല. അതിനെ എവിടെയാ സാക്ഷാത്കരിച്ചിരിക്കുന്നത്? തൻ്റെ ഹൃദയകോശത്തിൽ, തൻ്റെ ഹൃദയത്തിൽ, ഹൃദയത്തിൽ, ഹൃദയത്തിൽ. അപ്പൊ എൻ്റെ ഉള്ളിലാണോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം? എൻ്റെ മനസ്സാണോ ഈ വൈഭവം മുഴുവൻ രചിക്കുന്നത്? അപ്പൊ ഞാൻ വലിയ വൈഭവത്തിൻ്റെ വലിയ മുതലാളിയല്ലേ? ആ മുതലാളിക്ക് കീഴിൽ ഇവിടെ എന്തുണ്ട്? രാജാവുണ്ടോ? ചക്രവർത്തി ഉണ്ടോ? ആരുണ്ട് ഇവിടെ? അതാണ് നമ്മുടെ ചക്രവർത്തിമാരും രാജാക്കന്മാരും എല്ലാം അവധൂതന്മാരുടെ മുൻപിൽ പോയി നമസ്കരിച്ച് ഇങ്ങനെ നടക്കുന്നതിൻ്റെ രഹസ്യമെന്താ? രഹസ്യമെന്താ? കൃഷ്ണൻ ഉദ്ധവന് ഉപദേശിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞത് എന്താ? യദു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവജൻ, സഞ്ചരിക്കുമ്പോൾ ഒരു അവധൂതനെ കണ്ടെത്തിയപ്പോൾ തേരിൽ നിന്ന് ഉടനെ ഇറങ്ങി നമസ്കരിച്ച് പൊള്ളുന്ന വെയിൽ കൊമ്പനാന ഗംഗാജലത്തിൽ അമർന്ന് കിടക്കുന്ന പോലെ അങ്ങ് ഈ ലോകത്തിലുള്ള ആകർഷണ വികർഷണങ്ങളൊന്നും ഏശാതെ ആത്മാവിൽ നിന്നുള്ള കുളിർമ അനുഭവിച്ച് ഹൃദയം നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനങ്ങാതെ അനാകൃഷ്ടനായി കഴിയുന്നുണ്ടല്ലോ. ഇതിൻ്റെ രഹസ്യം എന്താ എന്നൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കാക്കൽ നമസ്കരിച്ചു അത്രേ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ. പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ, പിന്തുടർന്നോളൂ, ബാക്കിയുള്ളവരോടും പറഞ്ഞോളൂ. എവിടെ നോക്കിയാലും ഈ സ്കാമ, ഈ പണത്തിൻ്റെ പിന്നാലെയുള്ള മന്ത്രിമാരുടെ പോക്ക്, ഇത് ഭാരതത്തിൻ്റെ ഭരണകൂടം അനുവദിക്കുന്നില്ല, ഭാരത സംസ്കാരം അനുവദിക്കുന്നില്ല. നമ്മുടെ രാജാക്കന്മാർ ഏത് സമയത്ത് വേണമെങ്കിൽ സിംഹാസനത്തിന് വിട്ടുപോകാൻ തയ്യാറായിരുന്നു. കൈകേയി പറയേണ്ട താമസം രാമൻ സൂര്യാസ്തമനത്തിന് മുമ്പ് പൊയ്ക്കളയുന്ന ഒരൊറ്റ വാക്ക. ആ കുട്ടിക്ക് എങ്ങനെ ഇത് പറയാൻ സാധിച്ചു? അതാണ് ഭാരത സംസ്കാരത്തിൻ്റെ വൈഭവം. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്, പതിയിരിക്കുന്നുണ്ട് ഈ വൈഭവം, ഈ സംസ്കാര മഹിമ. നമുക്ക് പുറത്ത് പ്രമാണിത്വമില്ലാതെ ഇരിക്കാം, അകത്ത് നമ്മൾക്ക് ഒരു കുറവുമില്ല. ചക്രവർത്തിമാരെ അതിശയിക്കുന്നവരാണ് നമ്മുടെ അവധൂതന്മാര്, മനസ്സിലാക്കണം. ഋഷഭ ചക്രവർത്തി എന്തു ചെയ്തു? മക്കളെയൊക്കെ വിളിച്ച് അവസാനം ഒരു മൂല്യോപദേശം, ഒരു തത്വമൂല്യോപദേശം കൊടുത്തതിന് ശേഷം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ രാജധാനി വിട്ട് അവധൂതനായി ഒരൊറ്റ പോക്ക രാജധാനിയിൽ നിന്ന് പോയത്. പ്രധാനമാണല്ലോ ശ്രീമദ് ഭാഗവതത്തിലെ ഋഷഭചരിതം. നമ്മുടെ ഭാരതം ഇങ്ങനെയുള്ള ത്യാഗമൂർത്തികളെ, ജ്ഞാനമൂർത്തികളെ, ആത്മപ്രഭാവശാലികളെ ഇടയ്ക്കിടയ്ക്ക് ധാരാളം രചിച്ചു വരിക. അതിനൊരു പഞ്ഞമില്ല അവിടെ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ. ഈ ആത്മാവിനെ പറ്റി പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കി സാക്ഷാത്കരിച്ചിട്ടുള്ളവന് വാഗ്വിലാസവും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സരസ്വതി വിലാസം വായിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ, പറയാൻ പറ്റില്ല. കൃഷ്ണൻ പൊടുന്നനെയാണ് പറഞ്ഞത്. ആരോട്? അർജുനനോട്. പൊടുന്നനെയാണ് പറഞ്ഞത് ഉദ്ധവനോട്. എപ്പോഴാണ് ഇതൊക്കെ നടന്നത്? 1000 ആണ്ടുകൾ മുൻപ്. അതൊരു മഹർഷി വന്ന് എഴുതിയെടുക്കാൻ മുത്തു പോലെ കടലാസിലും ഓലഗ്രന്ഥങ്ങളിലും പകർത്താൻ വന്നു. ആ പകർത്തിയതിന് ശേഷം ഇന്നുണ്ടപ്പ നമ്മുടെ ഭഗവത്ഗീത നമ്മുടെ മുൻപിൽ. വേറെ ഏതെങ്കിലും ഒരു സംവാദം ഇങ്ങനെയുണ്ടോ മഹർഷിമാരെ എഴുതാത്തത്? നമുക്ക് വലിയ നോവൽ സാഹിത്യകാരൻ, ചരിത്രകാരൻ, നിരൂപകൻ, വിമർശകൻ കുറേ ഉണ്ട്. ഇവരൊക്കെ എത്ര കാലം ജീവിക്കും? ഒക്കെ കണ്ടംപററിയാ, തത്കാലികങ്ങളാണ് എല്ലാം തന്നെ. അതിൻ്റെ ഇടയിൽ ശാശ്വത രൂപത്തിൽ മിന്നിത്തിളങ്ങണു പഞ്ചഭൂതങ്ങളെയും കൂടി നിഷ്പ്രഭമാക്കിക്കൊണ്ട്. ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശൃണോതി. ഇങ്ങനെ പരമാശ്ചര്യമായ ആത്മാവിനെക്കുറിച്ച് പരമാശ്ചര്യ രൂപത്തിൽ പരമമായ തത്വപ്രവചനം വഴി ജനങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പുറപ്പെടുമ്പോൾ അവർ കാതു കൂർപ്പിച്ചിരിക്കുമത്രേ അത് കേൾക്കാൻ. ആശ്ചര്യവച്ചൈനമന്യശൃണോതി. ആഹാ, ഇതാണോ സത്യം? നമ്മൾ വസ്ത്ര അലങ്കാരത്തിലും നല്ല വീട്, നല്ല കുട്ടികൾ, നല്ല പണം, കാറ്, പോക്ക്, വരവ്, ഇതൊക്കെയാണ് നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറയണത് എന്താ?
ഇതൊക്കെ നിസ്സാരം, ക്ഷണികം, ചഞ്ചലം, നശ്വരം. അനശ്വരം എവിടെ? തൻ്റെ ഉള്ളിൽ, തൻ്റെ ഉള്ളിൽ. അപ്പൊ നമുക്ക് പരമലാഭം കിട്ടാൻ വേണ്ടി പുറത്തു നോക്കണ്ട, ഒരാളുടെ തീട്ടൂരോ നമുക്ക് വേണ്ട. നമ്മുടെ ഉള്ളിലാണ് പരമലാഭം, ഉള്ളിലാണ് പരമലാഭം. ആ പരമലാഭത്തിന് വേണ്ടി മനസ്സും ബുദ്ധിയും മാത്രമേ വേണ്ടൂ, കയ്യും കാലും കൂടി വേണ്ട. പരമലാഭം ഉള്ളിൽ, പരമലാഭം ഉള്ളിൽ. എല്ലാറ്റിനെയും കവച്ചു വയ്ക്കുന്നത് ഉള്ളിൽ. ലോകം മുഴുവനും തന്നിലാണ് വെള്ളത്തിൽ കുമിളകൾ പോലെ അങ്ങനെ ഉദിച്ച് അസ്തമിക്കുന്നത്. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു ആത്മാ എന്ന് പറയുമ്പോൾ കുറേ ശ്രോതാക്കൾ വന്ന് കേട്ടാൽ അതിൽ ചിലർക്കെങ്കിലും അതിലുള്ള അത്യദ്ഭുതം, അത്യാശ്ചര്യം മനസ്സിൽ തട്ടാണ്ടിരിക്കില്ല. ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇതൊക്കെ ആണെങ്കിലും ശരി, ഈ കേട്ടവരൊക്കെ ഇത് മനസ്സിലാക്കിയെന്ന് നമ്മൾ ധരിക്കരുത്. അവിടെയാണ് ഈ ആത്മജ്ഞാനം കളവും ചതിയും പിശുക്കും അപവിത്രതയും അനുവദിക്കാത്ത ഒരു സത്യം കിടന്ന് കളിക്കുന്നത്. ദൈവത്തെയും ആത്മാവിനെയും അറിയണമെങ്കിൽ ആ അറിയാൻ ഇച്ഛിക്കുന്നവൻ്റെ മനസ്സ് കളങ്കരഹിതമാവണം, നിഷ്കളങ്കമാകണം. ബാക്കിയൊന്നും വേണ്ട, ഉള്ളു തട്ടി ഉള്ളുരുകി എനിക്ക് വേണം എന്നൊരു തോന്നൽ, ഒരു ആത്മാർത്ഥത ഉണ്ടായേ പറ്റൂ. അതെങ്കിലും വേണം, അതെങ്കിലും വേണം. അത് മാത്രമല്ല, അത് മാത്രമേ വേണ്ടൂ, ബാക്കിയുള്ളതൊക്കെ വെറും തട്ടിക്കളയാൻ നമുക്ക്. ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. വസിഷ്ഠൻ ശ്രീരാമനോട് പറയുകയാണ്, സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ ന നാമക്രിയയാന്യയാ. യോഗവാസിഷ്ഠം മുഴുവനും ആ 16 വയസ്സുള്ള ദശരഥപുത്രനെ ഉദ്ബുദ്ധനാക്കാൻ വേണ്ടി 18 ദിവസം ഉദയം മുതൽക്ക് അസ്തമനം വരെ പറഞ്ഞു കൊടുത്തതാണ്. അതിൽ പറയാത്ത കാര്യങ്ങളില്ല. സുന്ദരിയാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ പദമാസാദ്യതേ രാമ ന നാമക്രിയയാന്യയാ. ശ്രീരാമൻ മുമ്പിൽ വന്നിരിക്കുകയാണ്. പ്രപഞ്ചം മുഴുവനും നിസ്സാരം. ഈ ജീവിതം ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോവുക? ഇവിടെ ഒന്നും ആശ്രയിക്കാനോ പുൽകാനോ ഒന്നുമില്ല എന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ആ രാമന് കാണിച്ചു കൊടുക്കണം സത്യം. പുറമേ ഇല്ല എന്നുള്ളത് രാമന് ബോധ്യമായി. അപ്പം ഇനി ഉള്ളിലാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമ്മെ ആര് സഹായിക്കും? വസിഷ്ഠൻ പറയുന്നു, സുന്ദര്യാ നിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യയാ. അതിസുന്ദരിയായിരിക്കുന്ന ബുദ്ധി എന്നാ പറയുന്നത്. ലോകത്തിൽ സുന്ദര ദൃശ്യങ്ങൾ ധാരാളമുണ്ട്, സൗന്ദര്യവുമുണ്ട്. എന്നാൽ ഏറ്റവും വിശേഷപ്പെട്ട സുന്ദരി ആരാ? വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കണു, നിജയാ ബുദ്ധിയാ, അവനവൻ്റെ ബുദ്ധിയാണ്. ഒരു വസ്തുവിനെ കണ്ണിൻ്റെ മുൻപിൽ സുന്ദരമാക്കി തീർക്കുന്നത് കണ്ണുകൊണ്ട് കാണുമ്പോഴല്ലേ സുന്ദരത തോന്നുള്ളൂ. അതിന് പ്രകാശം വേണമല്ലോ. ഒന്നിലോ സൂര്യപ്രകാശം, ഇല്ലെങ്കിൽ ചന്ദ്രപ്രകാശം, ഇല്ലെങ്കിൽ ടോർച്ച്, നമ്മൾ കത്തിച്ചിട്ടുള്ളത് എന്തോ. ഒരു പ്രകാശത്തിൻ്റെ മുൻപിലേ സൗന്ദര്യം അറിയുള്ളൂ. പ്രകാശത്തിനെ കാണുന്നത് ആരാ? കണ്ണ്. അപ്പൊ കണ്ണിൻ്റെ മുൻപിലാണ് സുന്ദരത വെളിപ്പെടുന്നത്. എങ്ങനെയാ സുന്ദരത വെളിപ്പെടുന്നത്? ദാ ഈ ദൃശ്യം വളരെ അഴകുള്ളതാ, മറ്റു ദൃശ്യങ്ങളോ അത്ര അഴകില്ലാത്തതാ. അപ്പൊ അഴകും അനഴകും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ച് കാണിച്ച് ഇതാ അഴക് മുറ്റതാണ്, മറ്റത് കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഉദ്ബോധിപ്പിക്കുന്നത് കണ്ണുപോലുമല്ല, അവനവൻ്റെ ബുദ്ധിയാണ്. അപ്പൊ ഏറ്റവും അഴകുള്ളത് ഏതാ? പുറത്ത് കണ്ണ് കാണിച്ചു തരുന്ന ദൃശ്യമോ, അതോ കണ്ണിനെ വിനിയോഗിച്ച് ദൃശ്യങ്ങളിലെ പതിപ്പെടുത്ത് പതിപ്പുകളെ തുലനം ചെയ്ത് ബാക്കി പതിപ്പുകളെല്ലാം ഇതിനേക്കാൾ താഴെ, ഇത് മീതെ എന്ന് പറഞ്ഞ് വിവേകപൂർവം ഉദ്ബോധിപ്പിക്കുന്ന ബുദ്ധിയോ സുന്ദരി? പ്രേക്ഷകരെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ അടുത്തില്ലല്ലോ, ഞാൻ പറയിപ്പിച്ചിട്ടേ അടുത്ത വാക്ക് പറയുള്ളൂ. അടുത്തുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ക്യാമറ മാത്രമേ ഉള്ളൂ, അതാണ് എനിക്കുള്ള വിഷമം. സുന്ദരിയാ നിജയാ ബുദ്ധിയ, അവനവൻ്റെ ബുദ്ധിയാണ് ഏറ്റവും സുന്ദരം. അത് വിട്ട് നിങ്ങൾ ഒരു സൗന്ദര്യത്തിന് മുൻപിൽ പോണ്ട. അതാണ് പണ്ഡിതന്മാർക്ക് വലിയ വില ഇവിടെ. അർജുനന് എന്തില്ലാത്ത കുറവാ? സുഭദ്രയുണ്ട്, അടുത്തില്ല. സഹോദരന്മാരുണ്ട്, അകലെയാണ്. അഭിമന്യുണ്ട്, അവനുമില്ല അടുത്ത്. അടുത്തുള്ളത് ആരാ? ആദ്യം കൃഷ്ണൻ, അത് കഴിഞ്ഞാൽ 4 കുതിരകളും. കുതിരകൾ മിണ്ടില്ല, കൃഷ്ണൻ മാത്രമേ മിണ്ടുന്നവനുള്ളൂ. ആ കൃഷ്ണൻ മാത്രമേ ഇപ്പൊ തന്നെ സഹായിക്കാനായിട്ടുള്ളൂ. ആ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? അർജുനന്റെ ബുദ്ധിയെ സുന്ദരമാക്കുക ചെയ്യുന്നത്. അർജുന, നിന്റെ ബുദ്ധി നീ ഇത്ര കാലം ഉപയോഗിച്ചില്ല, ഉപയോഗിക്കാതെയാണ് ഈ കരച്ചിൽ വന്നത്. ഇപ്പൊ തത്വവിചാരത്തിലൂടെ ബുദ്ധിയെ ഉദ്ബോധിപ്പിക്ക്.
ആ ബുദ്ധി എല്ലാം നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. പ്രജ്ഞയൈവ വയസ്യയാ, ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, അത് വേണ്ടതുപോലെ വിനിയോഗിക്കണം. അതിനാണ് പ്രജ്ഞ, ആ വിവേകപൂർവമുള്ള ചിന്ത, യുക്തിസഹമായി സത്യാധിഷ്ഠിതമായിട്ടുള്ള ചിന്ത. അത് രണ്ടും കൂടിയാൽ പദമാസാദ്യതേ രാമ ന നാമക്രിയയാന്യയ, നമ്മുടെ ജീവിതത്തിൽ അത്യന്ത ലാഭം തരുന്ന പരമപദം അടയണമെങ്കിൽ ഈ ബുദ്ധിയും പ്രജ്ഞയും കൂടി സഹായിച്ചാലേ പറ്റുള്ളൂ. ന നാമക്രിയയാന്യയ എന്ന നിഷേധവാക്കും കൂടി അവിടെ പറയുന്നുണ്ട്. കുറേ ഇരുന്ന് ഈശ്വരൻ്റെ നാമങ്ങൾ ജപിച്ചത് കൊണ്ടോ, കുറേ കർമ്മങ്ങളോ പൂജകളോ അങ്ങനെയുള്ള യാഗയജ്ഞങ്ങളോ ചെയ്തതുകൊണ്ടോ കാര്യമില്ല. നമുക്ക് പ്രാപ്യസ്ഥാനം ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അവിടെ പ്രവേശിക്കാൻ കൈ പറ്റില്ല, കാല് പറ്റില്ല, പുറമേയുള്ള വെളിച്ചം പറ്റില്ല, ഉപകരണങ്ങൾ പറ്റില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോലും നിസ്സഹായമാണ്. പിന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആരുണ്ട്? നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും മാത്രമേ ഉള്ളൂ. അവ രണ്ടും ഉപയോഗിച്ച് തത്വവിചാരം ചെയ്ത് ആ വിചാരത്തിൻ്റെ പ്രഭാവത്താൽ വിചാരം തന്നെ നിന്ന് മനസ്സിൽ നൈശ്ചല്യം വരും. നൈശ്ചല്യത്തോടുകൂടി നിർവികാരത്വം പൂർണ്ണമായി അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഉറക്ക സദൃശമായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു സമാധി അനുഭവം ഉണ്ടാവും. അതാണ് ആത്മസ്ഥിതി. അതാണല്ലോ കൃഷ്ണൻ വിവരിക്കാൻ പോകുന്നത്. പ്രജഹാദിയമ യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ സാഖ്യയോഗം അവസാനിക്കുന്നത്. ആത്മന്യേവ ആത്മനാ തുഷ്ടഃ, തന്നിൽ തന്നെ തന്നാൽ തന്നെ സന്തുഷ്ടനായി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ വാക്കുകൾ? തന്നിൽ തന്നെ തന്നാൽ തന്നെ സന്തുഷ്ടനായി. എന്തു പറയുന്നു നിങ്ങൾ? നമ്മുടെ സന്തുഷ്ടിക്ക് വേണ്ടി ഒരു സാധനവും പുറമേന്ന് വേണ്ടാന്ന്. നമ്മുടെ ഉള്ളിലുണ്ട് സന്തുഷ്ടിയുടെ പൂർണ്ണ സ്രോതസ്, ഉറവിടം. അവിടെ അങ്ങോട്ട് അമർന്നിരിക്കുകയാണ്. നാമക്രിയയാന്യയ, കാര്യം കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിക്കും, മുതിർന്നവരും ജപിക്കും, പല വിധത്തിലുള്ള പൂജാ സത്കാരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പടികളാണ്, തുടക്കങ്ങളാണ്. ആദ്യം ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ സത്യം അവിടെയാണെന്ന്. അപ്പം ഏറ്റവും ആശ്ചര്യമാണ് നമ്മുടെ ബുദ്ധി തന്നെ, മനസ്സ് തന്നെ. അവയ്ക്കെല്ലാം ഉറവിടമായ പരമാത്മാവാണ് ഏറ്റവും വലിയ ആശ്ചര്യവസ്തു. ഇത് അറിഞ്ഞവനോ അതേപോലെ അപൂർവതയാൽ, അസാധാരണത്വത്താൽ, മികവിനാൽ, ആ ഉൾപൂർണതയാൽ ആ ആളും അസാധാരണനും ആശ്ചര്യവാനുമായി. അതാണ് നമ്മുടെ നാട്ടിൽ സന്യാസിമാർക്ക് വളരെയധികം വില കൽപ്പിച്ചു കൊടുക്കണം. എത്രയാ വില കൽപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ അത്രയില്ല. ഇവിടെ ക്ഷേത്ര കൾച്ചർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതില്ല. വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല. സന്യാസിമാർക്കും മഹാത്മാക്കൾക്കും വലിയ വിലയും ആദരവുമാണ് അവിടെ. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. യമധർമ്മരാജാവ് കഠോപനിഷത്തിൽ നചികേതസനോട് പറയുന്നതാ. അതിൻ്റെ ശ്ലോകങ്ങളുടെ പാരഡിയാണ് ഇതിൽ പലതും. ഇതങ്ങനെ ഒന്നാണ്. ശ്രവണായാപി ബഹുഭിർ യോ ന ലഭ്യഃ, കഠോപനിഷത്തിലെ ശ്ലോകമാണ്. ശ്രവണായ അഭി, ഈ ആത്മാ എന്ന് പറയുന്ന മഹാത്ഭുതത്തെപ്പറ്റി, അത്യാശ്ചര്യത്തെപ്പറ്റി ശ്രവണായ അഭി, കേൾക്കാൻ പോലും, ബഹുഭിർ യോ ന ലഭ്യഃ, അനവധി ആൾക്കാർക്ക് ലഭിക്കുന്നില്ല. ഇത് കേൾക്കണം എന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യുക? സത്രസമയത്ത് നമ്മുടെ കൊല്ലത്തിൽ നിന്നൊരു വലിയ ഗ്രൂപ്പ് ആശ്രമത്തിൽ വന്നു. ഒരു ബസ് നിറച്ചൊരു 51 ആളുണ്ട്. അതിൽ ശ്രീമാൻ ഗോപാലകൃഷ്ണൻ ഈ ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പലതവണയായി എന്നെ വിളിക്കുന്നു. അദ്ദേഹം വിളിക്കുന്നത് ജനുവരി മാസത്തിലാണ്. ആ ജനുവരി മാസത്തിൽ നമുക്കിവിടെ വലിയ തിരക്കും. തൃശ്ശൂരിലുള്ള അന്ന് ഗീതാ തത്വ സമീക്ഷ, ഈ കൊല്ലം 25-ാം തീയതി മുതൽ ഗീത മുഴുവനും പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ആത്മതത്വ സമീക്ഷ സമാരംഭമാണ്. അപ്പം അതങ്ങനെ നടക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. ഇത്തവണ എല്ലാവരും കൂടി വന്നിരിക്കുക. സ്വാമിജിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരാഴ്ച അത് പോയി 2-3 ദിവസമെങ്കിലും വരണമെന്ന് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടി പറയുക. ഞാൻ എന്താ പറയുക അവരോട്?
എനിക്ക് വരണമെന്ന് നിങ്ങളിങ്ങനെ പറയുമ്പോണ്ട് എപ്പോഴാണ് വരാൻ പറ്റുക എന്നറിയില്ല എന്ന്. അവർ പറയണത് സ്വാമിജിക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്ന് സ്വാമിജി വർത്തമാനം പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. എന്തിനാ ഞാനത് പറഞ്ഞത്? ശ്രവണായാപി ബഹുഭിർ യോ ന ലഭ്യ. അവരുടെ മനസ്സിലുള്ള ഒരു കൊതിയല്ലേ അങ്ങനെ പറയുന്നത്. ആരാ അങ്ങനെ പറയുക? ഈ ഭാരതത്തിലുള്ളവർ മാത്രമേ പറയുള്ളൂ. ഭൂമാനന്ദ സ്വാമി വരണം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. ബാക്കി വേറെ ധാരാളം പേര് പറയാനുണ്ട്, ഇപ്പം ഞാൻ പോയിക്കൊള്ളണമെന്നില്ല അവിടെ. പക്ഷെ അവർ പറയണു. അപ്പം അവർക്കതിലൊരു കൊതിയുണ്ടെന്നല്ലേ അർത്ഥം. എത്ര ദൂരെയാ? ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഞാൻ കൊല്ലത്തേക്ക് വരാം. എന്നിട്ടാണ് അവിടുത്തെ ആശ്രമത്തിലേക്ക് പോയത്. ചട്ടമ്പി സ്വാമികളുടെ ആശ്രമത്തിലേക്ക് ഞങ്ങൾ അവിടുന്ന് കാറിൽ വന്നു. ഇവിടുന്ന് അങ്ങോട്ട് കൊല്ലത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ കേരളത്തിലേക്ക് 2 കൊല്ലം സമയം ചെലവ് ചെയ്തതാണ്. തൃച്ചംബരം മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് 14-21 ദിവസം ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇതേ സ്വാമി തന്നെയാണ് അന്നും സംസാരിച്ചത്. പക്ഷെ അന്ന് കുറെ ചെറുപ്പമായിരുന്നു. അന്നും ഞാൻ ഈ വീര്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുക. എത്ര പേര് കേട്ടു മനസ്സിലാക്കിയെന്നറിയില്ല. എവിടെ പോയാലും ആളുകൾ ഇങ്ങനെ വരികയും ആദ്യം ആരും ഇല്ലെങ്കിലും പിന്നെ കുറെ ആൾക്കാരാ വന്നു ചേരും. ശ്രവണായാപി ബഹുഭിർ യോ ന ലഭ്യ. ഈ ആത്മതത്വം അതേ പഠിക്ക്, അതേ കസവോടുകൂടി, അതേ മികവോടുകൂടി, അതേ നിറവോടുകൂടി, കലർപ്പില്ലാതെ കളങ്കമില്ലാതെ, അനാവശ്യമായിട്ടുള്ള രസിപ്പിക്കലും ചിരിക്കലും കോമാളിയും ഒന്നുമില്ലാതെ ഈ ആത്മാവിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതുണ്ടല്ലോ. ബഹുഭിർ യോ ന ലഭ്യ. അനവധി ആൾക്കാർക്ക് അതിനുള്ള സന്ദർഭം കിട്ടില്ല, സൗകര്യം കിട്ടില്ല, സാധിച്ചു എന്ന് വരില്ല. ആരെങ്കിലും ഒരാളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോർക്ക് ബാക്കിയുള്ളവർ അനവധി പേർക്ക് പറഞ്ഞു കൊടുക്കാം. ഇന്നത്തെ കാലത്ത് ലക്ഷോപലക്ഷം ജനങ്ങളാ. ഇപ്പം നമ്മുടെ ഈ മുക്തി സുധാകരം ബഹുദശലക്ഷം പേരാണ് കേൾക്കുന്നത്. അത് നമ്മുടെ മോഡേൺ ടെക്നോളജി വരുത്തി തീർത്തിട്ടുള്ള സൗകര്യമാണ്. പക്ഷേ അതും സാധാരണ എളുപ്പം സാധിച്ചു എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ അടുക്കലേക്കൊക്കെ എത്താനായി ഈ സംസാരിക്കുന്ന സ്ഥലം, ടെലികാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരു മാധ്യമം വേണമല്ലോ അങ്ങോട്ട് വരാൻ. ആ മാധ്യമം എല്ലാ സ്ഥലത്തും ഘടിപ്പിച്ച് അമേരിക്കയിലും കേൾക്കണു, ലണ്ടനിലും കേൾക്കണു, ഗൾഫ് കൺട്രീസിൽ കേൾക്കണു, മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, സർവ്വ സ്ഥലത്തും യൂറോപ്പിലൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ എത്തണമല്ലോ എന്തെങ്കിലും ഒന്ന്. അപ്പം അതിനൊക്കെ വലിയ ചിലവാണ്. അപ്പം ഈ സംസാരം എന്ന് പറഞ്ഞാൽ അത് ചിലവ് ചെയ്യാതെ പറ്റുമോ? ഒരാൾ പറയണം, ആ പറയണത് ക്യാമറയിൽ എടുക്കണം, എടുത്തതിന് ശേഷം അത് വേണ്ടതുപോലെ എഡിറ്റ് ചെയ്ത് പ്രക്ഷേപണത്തിന് സൗകര്യമായ ആ സമയച്ചിട്ടയോടുകൂടി കൊടുക്കണം. 22 മിനിറ്റെങ്കിൽ 22, 25 25 മിനിറ്റിന് കൊടുക്കണം. അത് നമ്മുടെ ചാനൽ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. പക്ഷെ ഇന്നൊരു സൗകര്യം എന്താ വെച്ചാൽ ഒരാൾ പറയാൻ തുടങ്ങിയാൽ 10,000 ലക്ഷം ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഹു. അനവധി ആൾക്കാർ കാതുകൊടുത്ത് കേട്ടാലും കണ്ണുകൊണ്ട് കണ്ടാലും എല്ലാവരും അത് മനസ്സിലാക്കി എന്ന് വരില്ല. അതെന്താ കാരണം? അതിസൂക്ഷ്മമാണത്, അതിസൂക്ഷ്മമാണ് ഈ വിഷയം. പുറത്ത് കാണുന്ന ഒരു പ്രത്യക്ഷ സംഗതിയെ പറ്റിയല്ല പറയുന്നത്. ഈ പ്രത്യക്ഷ സൗന്ദര്യം, പ്രത്യക്ഷ വൈവിധ്യം, പ്രത്യക്ഷ പ്രഭാവം, പ്രത്യക്ഷ നിറവ് മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്ന തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. പുറമേ ഒരു കുട്ടി ജനിച്ചാൽ എല്ലാവർക്കും കാണാം, എല്ലാവരെയും വിളിച്ച് മധുരം നിങ്ങൾക്ക് കൊടുക്കാം. എന്താ? കുട്ടി ജനിച്ചിട്ടുണ്ട്, കുട്ടിയെ കാണാം എല്ലാവർക്കും. ഇതങ്ങനെയല്ല, ഇത് ഉള്ളിലാണ്. ഇത് നുഴഞ്ഞു കയറുക, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രസ്ഥാനമാണിത്. അങ്ങനെ സ്ഥൂല വസ്തുക്കളെ വിട്ട് സൂക്ഷ്മ വസ്തു ഗ്രഹിക്കാൻ വേണ്ടി മനസ്സും ബുദ്ധിയും പുറപ്പെടുകയാണ്. ഞാൻ വിദ്യാർത്ഥികളോട് പറയണത് എന്താ? നിങ്ങളുടെ ബുദ്ധിക്ക് മികവ് കൂടണോ, ഗ്രഹണശക്തി കൂടണോ? ഈ കാലത്ത് മുതൽക്ക് വൈകുന്നേരം ഉറങ്ങുന്നവരെ ഈ സ്ഥൂല വസ്തുക്കളെ മാത്രം കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ പറ്റില്ല. കണ്ണടച്ചോ കണ്ണ് തുറന്നുകൊണ്ടോ സൂക്ഷ്മ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന വസ്തു എന്താ? അവനവൻ്റെ മനസ്സ്. മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ. തൻ്റെ മനസ്സെന്ത്? മനസ്സിൽ നിന്ന് ചിന്ത എങ്ങനെ ഉണ്ടാവണു? ചിന്ത വികാരമായി മാറുന്നത് എങ്ങനെയാ? ഭാവാത്മകത എവിടുന്ന് വരണു? എൻ്റെ മനസ്സിലുള്ള ദുഷ്ടവിചാരങ്ങൾ എങ്ങനെ ഉണ്ടാവണു? അത് ശിഷ്ടമാക്കി തീർക്കാൻ എന്ത് വേണം?
എന്താണ് ഈ വിചാരം, എന്താണ് ഈ ചിന്ത, വരുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് അപഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണടച്ച് ആത്മനിരീക്ഷണം ചെയ്യണം. അതുപോലെ ഈ പരമാത്മീയമായിരിക്കുന്ന വസ്തുക്കളെ പറ്റി, സത്യങ്ങളെപ്പറ്റി കേൾക്കണം. ഇത് കേൾക്കുന്തോറും ബുദ്ധിക്ക് സൂക്ഷ്മത, കൂർപ്പ് കൂടും. തോൽക്കുന്ന കുട്ടികൾ ജയിക്കും. 1 മണിക്കൂർ കൊണ്ട് വായിച്ച് മനസ്സിലാക്കുന്നത് 40 മിനിറ്റിൽ 30 മിനിറ്റില്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ടെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. മനസാന്നിധ്യത്തോടു കൂടി ചോദ്യക്കടലാസ് കിട്ടിയാൽ ഉത്തരം എഴുതാൻ സാധിക്കും. അതിനുള്ള ട്രെയിനിങ് ആണിത്. ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഹു. പ്രത്യക്ഷമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും കേൾക്കും. എന്നാൽ മനസ്സിനെയും ബുദ്ധിയെയും സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോൾ സ്വാമിജി അത് ആബ്സ്ട്രാക്റ്റാണ്. എന്ത് ആബ്സ്ട്രാക്റ്റ്? നിങ്ങളുടെ മനസ്സ് ആബ്സ്ട്രാക്റ്റാ? എന്നാൽ തള്ളിക്കളയൂ, മനസ്സില്ലാതെ നടക്കും. ആബ്സ്ട്രാക്റ്റോ? മിണ്ടരുത്. ആബ്സ്ട്രാക്റ്റ് ഒരു വാക്കെടുത്ത് വെച്ചിരിക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗ്രഹിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. ആബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളുടെ മനസ്സുകൊണ്ടാണല്ലോ ദേഹമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം ദേഹത്തിൻ്റെ നിൽപ്പ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൻ്റെ പ്രേരണ കൊണ്ടും അനുഭവം കൊണ്ടും കാരണത്വം കൊണ്ടുമാണ്. അപ്പം കാരണത്തെ അങ്ങോട്ട് കളഞ്ഞ് കാര്യത്തെ പിടിക്കുക. ഞാനുണ്ടായത് തനിയാണ്, എനിക്ക് അച്ഛനമ്മമാരൊന്നുമില്ല, എനിക്കറിയില്ല, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ശരിയാവും. ഈ പ്രപഞ്ചമുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. ചിന്തകൾ ഉണ്ടെങ്കിൽ അതിനൊരു ഉറവിടമുണ്ട്. അറിവുണ്ടെങ്കിൽ ഉറവിടമുണ്ട്. അറിവില്ലായ്മയാണെങ്കിൽ അതിനുമുണ്ട് ഒരു ഉറവിടം. എല്ലാറ്റിൻ്റെയും ഉറവിടം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ഇത് കേൾക്കും അനവധി ആൾക്കാർ. കേട്ടാലും ബഹവോയം ന വിദ്യുഹു. അനവധി ആൾക്കാരെല്ലാം മനസ്സിലാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആശ്ചര്യോ വക്താ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ആശ്ചര്യോ വക്താ. ഈ ആത്മാവിനെ പറ്റി അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടും പ്രഭാവത്തോടും പ്രേരണയോടും ആവേശത്തോടും കൂടി ആ സാർവത്രികമായിരിക്കുന്ന ഒരു ആലിംഗന മനസ്ഥിതിയോടുകൂടി ആരാണോ ഈ ആത്മതത്വം പ്രതിപാദിക്കുന്നത്, ആ വക്ത പ്രവക്ത അത്യാശ്ചര്യവാനാണ്. കുശലോസ്യ ലബ്ധ. അങ്ങനെ ഒരാൾ പറഞ്ഞു കേൾക്കാൻ സാധിക്കുന്നവൻ ആരൊക്കെയുണ്ടോ അതിന് മഹാഭാഗ്യം കിട്ടിയിട്ടുള്ളവനുണ്ടല്ലോ. കുശലോസ്യ ലബ്ധ. അത് ലഭിച്ചവൻ അത്യന്തം കുശലനാണ്, സമർത്ഥനാണ്, അനുഗ്രഹീതനാണ്. ഭക്തി എന്ന് പറയുന്ന സോപാനത്തിൽ മികച്ച നിലയിൽ നിൽക്കുന്നവനാണ്. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ. ആശ്ചര്യോ ജ്ഞാതാ കുശലാനുശിഷ്ട. ആശ്ചര്യോ ജ്ഞാത. അങ്ങനെ വേണ്ടതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അനുഭവ സാക്ഷാത്കാരത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യന് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. സംസാരിക്കുമ്പോൾ ധാരാളം വാക്കുകൾ വേണം, ദൃഷ്ടാന്തങ്ങൾ വേണം, വിഷയത്തിൽ നല്ല ഗാഠത വേണം. അതെല്ലാം കൊണ്ട് അങ്ങനെ ഒത്തിണങ്ങി വരിക എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന ശരീരം തന്നെ ലോകത്തിൽ വളരെ അപൂർവ. ആശ്ചര്യോജ്ഞാത കുശലാനുശിഷ്ട. അങ്ങനെ ഒരാൾ പറയണം, ആ പറയുമ്പോൾ കേൾക്കണം. ചിലർ എന്നോട് പറയും, മുക്തി സുധാകരൻ ഞങ്ങൾ കാണുന്നുണ്ട് സൗകര്യമുള്ളപ്പോക്കെ. എന്താ ഈ സൗകര്യമുള്ളപ്പോക്കെ? ഇതാണ് സൗകര്യം. കേട്ട് കഴിഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമായ പിന്നെ സൗകര്യം ഉണ്ടാക്കുക തന്നെ. പിന്നെന്താ ഇതിൽ സൗകര്യമുള്ളപ്പോക്കെ? അപ്പം അതിങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യുക. അതാണ് മനുഷ്യരുടെ സ്വഭാവം. ഇത് പറയണത് എന്തിനാ? ഇപ്പം ഞാൻ നിങ്ങളോടിത് സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ പല തിരക്കുകൾക്കിടയിലാണ് ഈ മുക്തി സുധാകരത്തിനുള്ള മാറ്റർ ഞാൻ പറഞ്ഞു ഒപ്പിക്കുന്നത്. ഒരു ദിവസം പറയുമ്പോൾ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ, ചില ദിവസം 4 മണിക്കൂറും സംസാരിക്കും. അപ്പോൾ ഈ സമയം എളുപ്പത്തിൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കിട്ടിയാൽ തന്നെ ഇത് മുഷിഞ്ഞിരുന്ന് സംസാരിക്കണ്ടേ വ്യഗ്രമായിട്ട്. കുശലാനുശിഷ്ട, അത്യനുഗ്രഹീതനാണ്. പറയാൻ ഒരാളുണ്ടെങ്കിലും 10,000 ജനങ്ങൾക്ക് കേൾക്കാം. ആ കേൾപ്പിക്കാൻ ഒരാൾ മതി. ആ കേട്ടവരെല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കണം. നിങ്ങളെ എല്ലാവരെയും കേൾപ്പിക്കാൻ ഒരു ഭൂമാനന്ദ സ്വാമിയോ അതേമാതിരി ഒരാളോ മതി. പക്ഷെ നിങ്ങൾ കേട്ടവരെ എല്ലാവരെയും ഗ്രഹിപ്പിക്കാൻ ഞങ്ങൾ കൂട്ടിയാൽ പറ്റില്ല. അത് നിങ്ങൾ ഒറ്റയ്ക്ക് മനനം ചെയ്യുക. അങ്ങനെ മനനം ചെയ്ത് നല്ല ഒരു സദ്ഗുരുവിൽ നിന്നത് കേൾക്കാൻ സന്ദർഭമുണ്ടായി. കുശലാനുശിഷ്ട. അത് മനസ്സിലാക്കാൻ സാധിച്ചവൻ ഏറ്റവും വലിയ ധന്യനാണ്. ധന്യൻ.
അനുഗൃഹീതാനുഗൃഹീതൻ. എത്ര നന്നായി പറഞ്ഞിരിക്കുന്നു. യമധർമ്മരാജാവ് കഠോപനിഷത്തിൽ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് മൂല ഉപനിഷത്ത് ശ്ലോകം. അതിൻ്റെ ഒരു രൂപഭേദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൃഷ്ണൻ. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. എന്താ, ഞാൻ ഇതിനെപ്പറ്റി കുറച്ചും കൂടി പറയണോ? ആരോടാ ചോദിക്കാന്നല്ലേ? പ്രവക്താവും പ്രതിവക്താവും രണ്ടും ഞാനാവണം. ഞാൻ ചോദിക്കണു, ഞാൻ തന്നെ മറുപടി പറയണു, ശരിയാണെന്ന് വിചാരിക്കണു. ഞാൻ പറയുന്ന മറുപടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാറ്റിനുമായിട്ടുള്ളൊരു പ്രമാണം നമ്മുടെ രാജ്യത്തിൽ എന്താണെന്നറിയോ? നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ സഭ്യതയ്ക്ക്, നമ്മുടെ പൈതൃകത്തിന് അടിത്തറയായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ വേദങ്ങളാണ്. 4 വേദമാണ് നമുക്കുള്ളത്. ആ 4 വേദത്തിൽ ഋഗ്വേദമാണ് ആദ്യത്തത്, അനന്തരമാണ് യജുർവേദം, 3-ാമത്തതാണ് സാമവേദം, 4-ാമതാണ് അഥർവവേദം. ഈ 4 വേദത്തിനെ 4 പേർക്ക് പിരിച്ചു കൊടുത്ത് അങ്ങനെ ശാഖകളായി പാരമ്പര്യത്തിലൂടെ പഠിച്ചു വന്ന് നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ളതാണ്. ഈ വേദം വേദം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം വിദ് എന്ന് പറഞ്ഞാൽ അറിയാൻ. ആ ധാതുവിൽ നിന്നുണ്ടായതാണ് വേദം എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിൻ്റെ ശേഖരം, അറിവിൻ്റെ ഭണ്ഡാകാരം, അറിവിൻ്റെ നിധി. അതാണ് ഈ വേദം. ആ വേദത്തിൽ കർമ്മകാന്ഡം എന്നൊരു വിഭാഗമുണ്ട്, ജ്ഞാനകാന്ഡം എന്നൊരു വിഭാഗമുണ്ട്. 2ആയിട്ട് തിരിച്ചിരിക്കുക. ഒരു വിഭാഗത്തിൽ പറയുന്നത് എന്താ? പല വിധത്തിലുള്ള സ്തുതികളും ആരാധനകളും കർമ്മങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യൂന്ന്. ഒക്കെ വിധിയാണ്, നിഷേധമാണ്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യൂന്ന്. അത് കഴിഞ്ഞാൽ, ആ കർമ്മകാന്ഡമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതേ വേദം നമ്മളോട് പറയണത് എന്താ? ഇതിനെ മുഴുവൻ വിടൂ, തല ചുറ്റി എറിയൂ, ഒരിടത്തിലിരിക്കൂ, വായിക്കൂ, ഗ്രഹിക്കൂ, ചിന്തിക്കൂ, പറയണത് കേൾക്കൂ എന്ന് പറഞ്ഞ് മനസ്സിനെയും ബുദ്ധിയെയും തട്ടി ഉണർത്തുന്നതായ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വിശകലനങ്ങളും വിശദീകരണങ്ങളുമാണ് ആ ജ്ഞാനകാന്ഡത്തിൽ. എന്നാൽ എല്ലാവരും ഈ കർമ്മകാന്ഡത്തിൻ്റെ പിന്നാലെ പോകുന്നവരാ. ഇപ്പം ഞങ്ങളൊരു വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവം നടത്തിയല്ലോ ഡിസംബർ 29-ാം തീയതി. അന്നേ ദിവസം 12,000 പേര് നൈമിഷാരണ്യത്തിൽ വന്നു. അത്രയും ജനങ്ങളെ അവിടെ വേണ്ടതുപോലെ സംഭരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, സ്ഥല സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ. എന്നാലും വന്നു. എന്തായിരുന്നു അവിടെ? ജപിക്കുക. 4 മണി മുതൽ കാലത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് 4 മണി മുതൽ 10 തവണ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. 3000-3500 പേരെ ഒത്തുകൂടി ജപിച്ചു. അതൊരനുഷ്ഠാന, ജപാനുഷ്ഠാനം, കൂട്ടജപം, സംയുക്ത ജപാനുഷ്ഠാനം, സംയുക്ത ജപ തപസ്. അതൊരു കർമ്മമാണ്. അപ്പം അതിന് എത്രയോ ആൾക്കാർ വന്നു. എന്നാൽ അതുവരെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് എന്താ? കാലത്ത് 8:30 മണി മുതൽക്ക് തുടങ്ങി 6:30 മണി വരെ 5 പ്രവക്താക്കൾ ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ചും വേദവേദാന്തങ്ങളെക്കുറിച്ചും എല്ലാം പ്രവചനം നടത്തിക്കൊണ്ടിരുന്നു. ആ പ്രവചനം കേൾക്കാൻ ആൾക്കാർ അത്രയധികം വരില്ല. വിഷ്ണു സഹസ്രനാമം യജ്ഞം എന്ന് പറയുമ്പോൾ ധാരാളം പേരവിടെ വരും. ഇതാണ് ഈ കർമ്മകാന്ഡത്തിനും ജ്ഞാനകാന്ഡത്തിനും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് കൈകൊണ്ടും കാലുകൊണ്ടും വായ കൊണ്ടും ചെയ്യുന്നതല്ല. ഇങ്ങനെ ഇരുന്ന് പ്രവക്താവിനെ നോക്കി കണ്ണടച്ചോ തുറന്നോ കേൾക്കുകയാണ്. അപ്പോൾ ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനുമാണ് പ്രവചനം. മറ്റതോ എന്തെങ്കിലും ഒന്നിങ്ങനെ പ്രവർത്തിക്കുക, കാറ്റിക്കൂട്ടുക, അതാണ് മറ്റത്. അപ്പോൾ ഈ കർമ്മകാന്ഡം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, പലർക്കും. ആ കർമ്മകാന്ഡത്തിൻ്റെ പിന്നാലെ പോകുന്നവരാണ് ഏറെ. ഈ വേദങ്ങൾ പഠിച്ചിട്ട് ജൈമിനി മഹർഷി എന്ത് ചെയ്തു? ആംനായസ്യ ക്രിയാർത്ഥത്വാത്. ആംനായം എന്ന് പറഞ്ഞാൽ വേദം. ആ വേദത്തിൽ പറയുന്നതൊക്കെ ക്രിയാർത്ഥത്വാത്, എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് വേദങ്ങൾ. അപ്പം കർമ്മങ്ങൾ എന്തെങ്കിലും ഉൾക്കൊള്ളാത്തതായ പ്രതിപാദനമോ വിധിയോ അല്ലെങ്കിൽ വാക്യങ്ങളോ ഒക്കെ തള്ളിക്കളയണം. അപ്പം കർമ്മകാന്ഡം മാത്രമാക്കി ജൈമിനിയുടെ ദൃഷ്ടിയിൽ അതിനെ.
ശങ്കരാചാര്യൻ അത് നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ജ്ഞാപകമാണ് വേദങ്ങൾ എന്ന് പറഞ്ഞു. എന്താ ഈ ജ്ഞാപകം എന്ന് പറഞ്ഞാൽ? നമുക്ക് അറിയാത്ത സംഗതി പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കേന്ദ്രം, ഒരു ഉറവിടം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു പരമാത്മാവുണ്ടെന്ന് എല്ലാവർക്കും അറിയാമോ? അറിയില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെ കണ്ടെത്താം? അതും അറിയില്ല. അപ്പം നമുക്ക് അറിയാത്ത സംഗതികൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വിജ്ഞാപക സ്രോതസ്സാണ് വേദം. ജ്ഞാപകമാണ്, കാരകമല്ല എന്ന് പറഞ്ഞു. അതേ വേദത്തിന് നോക്കിയിട്ടാണ് ജൈമിനി മഹർഷി ഇത് കാരകമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരേ വേദം രണ്ട് തരത്തിൽ രണ്ടുപേരുടെ മുൻപിലായത് എങ്ങനെയാ? ജൈമിനിയും എഴുതി മീമാംസ എന്ന് പറഞ്ഞിട്ടുള്ള സൂത്രം, ബാദരായണനും എഴുതി ബ്രഹ്മസൂത്രം. ഇപ്പം എന്താ നമ്മൾ പറയുക? രണ്ടും നമ്മുടെ മുൻപിലുണ്ട്. ഈ കർമ്മകാണ്ഡത്തിന് പിന്നാലെ പോകുന്നവരാണ് മിക്കവരും. വേദം എന്ന് പറയുന്ന പുസ്തകം, ഒരു പുസ്തകമാണെങ്കിൽ മുഴുവനും വായിക്കണമല്ലോ. ഒരു 250 പേജുള്ള ഒരു പുസ്തകം 100-125 പേജ് വായിച്ച് അവിടെ അങ്ങോട്ട് നിർത്തി അതുവരെ കണ്ട കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് ടോം 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 എന്ന് പറഞ്ഞ് നടന്നാൽ ശരിയാവുമോ? അത് മുഴുവനും വായിച്ച് അവസാന ഭാഗത്തിൽ എങ്ങനെയാണ് പരിസമാപിപ്പിക്കുന്നത്, നിരൂപണം എന്താ, നിർദ്ദേശം എന്താ, സമാപനം എന്താ, ആ എഴുതിയ ആൾക്ക് തന്നെ ചിലത് പറയാനുണ്ടാവും അവസാനത്തിൽ. അത് മുഴുവനും വായിച്ചിട്ട് വേണം എന്തെങ്കിലും ഒരു അഭിപ്രായം രൂപീകരിക്കുക, അനുസരണത്തിന് പുറപ്പെടുകയോ ചെയ്യാൻ. അതില്ല. ആ ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക് നിൽക്കില്ല ആരും. ആ ഉപനിഷത്ത് പ്രഖ്യാപനങ്ങൾ സാധാരണ ജനങ്ങളെ ആകർഷിക്കാറില്ല. ആകർഷിക്കാത്തത് കൊണ്ട് എന്തുവരും? ഈ ആത്മജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ വളരെ ചുരുങ്ങും. അങ്ങനെ വളരെ ചുരുങ്ങുമ്പോൾ പ്രവക്താക്കളും വളരെ ചുരുങ്ങും. ആ പ്രവക്താക്കൾ ചുരുങ്ങിയതുകൊണ്ട് കേൾക്കുന്നവരും വളരെ ചുരുങ്ങും. കേട്ടവർ മുഴുവൻ ഗ്രഹിച്ചു എന്നും വരില്ല. ഇത് പറയുന്ന സമയത്ത് നല്ല ആളിത് പറഞ്ഞാലേ ശരിയാവുള്ളൂ. നനരേണ അവരേണ പ്രോക്തയേഷ സുവിജ്ഞേയോ ബഹുധാ ചിന്യമാനഃ അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി അണീയാൻ ഹ്യതർക്യം അണുപ്രമാണാത്. ഇതും കഠോപനിഷത്തിലുള്ളതാ. നനരേണ അവരേണ പ്രോക്തയേഷ സുവിജ്ഞേയോ ബഹുധാ ചിന്യമാനഃ. ഈ ആത്മജ്ഞാനത്തെ പറ്റി പറയാൻ അർഹതയുള്ളവൻ, അതിനു വേണ്ട തപസ്, അതിനു വേണ്ട അനുഷ്ഠാന മഹിമ, അതിനു വേണ്ട ബുദ്ധിസൂക്ഷ്മത, നിസ്സംഗത, ഇത് പറഞ്ഞ് വെളിപ്പെടുത്തണം എന്നൊരൊറ്റ ഉദ്ദേശം ഉണ്ടാവാൻ പാടുള്ളൂ. മനസ്സിൽ ഒരാശയോ ഒരഭിലാഷമോ നമുക്കുണ്ടാവരുത്. അങ്ങനെ ഈ അറിവ് പറഞ്ഞു കൊടുക്കുക വളരെ വിശേഷപ്പെട്ടതാണല്ലോ എന്നൊരു താല്പര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതില്ലാത്ത മനുഷ്യരുണ്ടല്ലോ, ആശയോടും അഭിലാഷത്തോടും കൂടി ഇതൊരു തൊഴിലാക്കി എടുക്കണു. കാര്യം സന്യാസിയാണ് അല്ലെങ്കിൽ ജ്ഞാനിയാണ്, പോകുന്നു പറയുന്നു, അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചില ലക്ഷ്യങ്ങൾ, പണമടക്കം, ഇത് യാതൊന്നും ഉണ്ടാവരുതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അശ്രേഷ്ഠനായി. അങ്ങനെ അശ്രേഷ്ഠൻ തികഞ്ഞ ജ്ഞാനം, തികഞ്ഞ വൈരാഗ്യം, തികഞ്ഞ മുമുക്ഷുത്വം, തികഞ്ഞ ജീവൻ മുക്തി, ഇതൊക്കെ ഉണ്ടായാലേ ഇത് ശരിക്ക് നിർഭയം പറയാൻ പറ്റുള്ളൂ. ആരുടെ മുൻപിലും പറയാൻ പറ്റണം. എന്താ നമ്മൾ ഈ പറയണത്? പ്രപഞ്ചത്തിൻ്റെ നിസ്സാരത. പ്രപഞ്ചത്തിൽ മുങ്ങി നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം തോന്നില്ലേ? ആര് വരും എന്നൊക്കെ സംശയം ഉണ്ടാവാം. പക്ഷേ സത്യത്തിന് അതിൻ്റെതായ ആകർഷണമുണ്ട്. നൈസർഗികമാണ് സത്യം. അതിലുള്ള ആകർഷണം, ഇപ്പോൾ തീയെ എത്ര പൊള്ളിക്കുന്നതായാലും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗമുള്ളത് കൊണ്ട് എല്ലാവരുടെ വീട്ടിലും തീയുണ്ടല്ലോ. അതേമാതിരി ഈ ജ്ഞാനാഗ്നിയും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഒരിക്കലും അതിലൊരു കുറവ് വരുന്നില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയാൻ ഇങ്ങനെ സമുദ്രത്തിലെ തിര പോലെ അങ്ങോട്ട് വരും. മനസ്സിലിങ്ങനെ മാലയായിട്ട് പൊന്താൻ തുടങ്ങും. അത് മനസ്സിലാക്കണം. ആ വൈഭവം നമ്മുടെ ഉള്ളിൽ ധാരാളം നിറഞ്ഞ് അതിൽ നമ്മൾ മകിഴ്ന്നു പോകാറാവണം. അപ്പോഴേ ഇത് പറയാൻ പറ്റുള്ളൂ. നനരേണ അവരേണ പ്രോക്തയേഷ സുവിജ്ഞേയോ ബഹുധാ ചിന്യമാനഃ. അശ്രേഷ്ഠന്മാർ പറഞ്ഞാൽ എന്താണത്രേ? അവരുടെ വാക്കുകളും കസർത്തുമെല്ലാം കേട്ടിട്ട് സുവിജ്ഞേയ ബഹുധാ ചിന്യമാനഃ ന. പലതരത്തിലും ആലോചിച്ച് നോക്കും. ആത്മാവിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്നാലും പിടികിട്ടണമില്ല. ബുദ്ധിയുടെ യോഗ്യത കൊണ്ട് മാത്രം ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിൻ്റെ പവിത്രത കൊണ്ടോ പെട്ടെന്ന് ഗ്രഹിക്കാനും പറ്റും.
അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി. എന്നാൽ ഒരാൾ പറഞ്ഞു തരാതെ ഇതിലേക്ക് പ്രവേശമുണ്ടോ? ഒട്ടില്ലേനും. ആചാര്യമുഖാദേവ അവഗന്തവ്യം. ഒരു സദ്ഗുരുവിൻ്റെ മുഖത്തിൽ നിന്ന് മാത്രം വേണം ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ. അണീയാൻ ഹ്യതർക്യം അണുപ്രമാണാത്. എന്താ കാരണം? അണീയാൻ, അണീയാൻ ഒന്ന് പറയൂ. അണീയാൻ അതിസൂക്ഷ്മമാണ്, ആണവികമാണ്. ഹ്യതർക്യം തർക്കിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അണുപ്രമാണാത് അണുവിനെ പോലെ അതിസൂക്ഷ്മമാണ്. ഈ ആണവവിദ്യ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ പോലും അണുവിനെ കണ്ടിട്ടില്ല. അവർ പഠിക്കുന്നുണ്ട് ആ വിദ്യ, ചില സാമ്പിളും മോഡലും ഒക്കെ വെച്ചുകൊണ്ട്. പക്ഷെ അവർ കണ്ടിട്ടില്ല. എന്നാൽ ആ അണുവിൽ നിന്നാണല്ലോ ലോകം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. നനരേണാവരേണ പ്രോക്തയേഷ സുവിജ്ഞേയോ ബഹുധാ ചിന്യമാന അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി അണീയാൻ ഹ്യതർക്യം അണുപ്രമാണാത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഉപനിഷത്ത് പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, അത് സാധാരണ മനുഷ്യ മനസ്സിനെ, കാമികളുടെ മനസ്സിനെ ആകർഷിക്കാറില്ല. അതുകൊണ്ട് ആരും ഈ ജ്ഞാനകാണ്ഡത്തിൻ്റെ പിന്നാലെ പോകുന്നില്ല. എന്നാൽ ഇത് എത്ര വിശേഷപ്പെട്ടതാ. സർവേ വേദാ യത് പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമ്യോമിത്യേതത്. ഇതാരാ പറയണത്? യമധർമ്മരാജാവ്. ആരോട്? കൊച്ചുകുട്ടി നചികേതസിനോട്. നിങ്ങളൊക്കെ പ്രായം കൂടിയവരാ, 3, 4, 5, 8 ഇരട്ടി നചികേതസിൻ്റെ പ്രായമുണ്ട്. നിങ്ങൾ ഒരൊറ്റ ആൾ എന്നോട് പറയരുത് സ്വാമിജി ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന്. സമ്മതിക്കില്ല ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റായല്ല, മനസ്സിന് നിഷ്കളങ്കതയും പവിത്രതയും വേണം. അതാണ് ആവശ്യം. മനസ്സിനെ ശുദ്ധമാക്കൂ. ഈ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും, ഓരോ വാക്കും. സർവേ വേദാ യത് പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമ്യോമിത്യേതത്. നചികേതസനോട് പറയാ, ആ കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ മുഖത്ത് നോക്കി യമന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ വന്നിരിക്കണേ നോക്കൂ. ഇതുപോലെ മധുരമായിട്ടുള്ള ശ്ലോകങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. സർവേ വേദാഹ എല്ലാ വേദങ്ങളും യത് പദമാമനന്തി ആ പരമപദം എന്ന് പറഞ്ഞ് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് മനനം ചെയ്യുന്നത്, മനസ്സിന് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. തപാംസി സർവാണി ച യദ്വദന്തി പല വിധത്തിലുള്ള തപസ്സും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഏകാദശിക്ക് പട്ടിണിയിരിക്കുക, ഏകാദശിക്ക് നോലുമ്പ്, ഒരിക്കൽ ഊണ് കഴിക്കുക, ഗോതമ്പ് കഴിക്കുക, ഷഷ്ഠീവ്രതം, ഇങ്ങനെ പലതും ഉണ്ടല്ലോ. അങ്ങനെ പല വിധത്തിലുള്ള വ്രതവും തപസ്സുമൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട്. ആ തപസ്സിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താ? ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ തപസ്? തപസ് കൊണ്ട് നമുക്ക് അവസാനം കിട്ടാനുള്ളത് എന്താ? ഒരു പരമലാഭമുണ്ട്. അതിനെ ഉദ്ദേശിച്ചാണ് എല്ലാ വേദങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുമായി തപോനുഷ്ഠാനങ്ങൾ മുഴുവൻ ഒരു പ്രാപ്യം, ഒരു അന്തിമ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി ആജീവനാന്തം ബ്രഹ്മചര്യം. അല്ല, കല്യാണം കഴിച്ചവരെ ഇനി നമുക്ക് ദാമ്പത്യ ജീവിതമില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മചര്യം കൊണ്ട് നടക്കുക. അങ്ങനെ ആ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ഒരു തപസ്സാണ്. ഈ ശബരിമലയ്ക്ക് പോകുന്നതിൽ ഏറ്റവും മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത് എന്താ? ബ്രഹ്മചര്യ. ഈ ആധുനിക ലോകത്ത് ഈ ബ്രഹ്മചര്യത്തിനോട് ഇത്രയധികം താല്പര്യം, തുടർച്ചയായിട്ട് കൊല്ലം മുഴുവനെന്നല്ല, കുറച്ച് സമയത്തേക്കെങ്കിലും. അപ്പം അതിലൊരു സത്യം ഉണ്ടല്ലോ. അപ്പം എന്തിനെ ഉദ്ദേശിച്ചാണോ ബ്രഹ്മചര്യം എന്ന് പറയുന്ന അസാധാരണമായ വ്രതം അനുഷ്ഠിക്കുന്നത്? തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ആ പദത്തെ ഞാൻ ചുരുക്കി നിനക്ക് വിവരിച്ചു തരാം എൻ്റെ പൊന്നു നചികേതസേ എന്നാ പറയണേ. ആര്? യമധർമ്മരാജാവ്. അതെന്താ? ഓമിത്യേതത്, ഓമിത്യേതത്. അതാണ് ഓം. എന്താണ് ഈ ഓം? 3 സ്വരങ്ങൾ ചേർത്താൽ ഓമായി. ആദ്യത്തെ സ്വരം എന്താ? അകാരം. വായ തുറന്ന് പുറപ്പെടുന്ന ശബ്ദമാണ് അകാരം. പിന്നെയോ ഉകാരം. എന്താ ഈ ഉകാരം? ആ എന്നല്ല, ഊ. ആ ചുണ്ട് രണ്ടും തുറന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചേ തുറന്നിട്ടുള്ളൂ.
അപ്പോൾ വായ തുറന്നു വരുന്നത് അകാരം, ചുണ്ടിനെ ക്രമീകരിച്ചുണ്ടാക്കുന്ന ശബ്ദം ഉകാരം. ഇനി മൂന്നാമതോ മൂളൽ, അത് ചുണ്ട് മൂടിയിട്ട്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങൾ മുഴുവനും ഇങ്ങനെ മൂന്നെണ്ണ. വായ തുറന്നു വരുന്നത്, ചുണ്ട് ഇടസ്ഥാനങ്ങളിൽ പിടിച്ചു വരുന്നത് ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ, അം, കാ, കി. നോക്കൂ, ഒന്നിലോ വായ തുറക്കണം, അല്ലെങ്കിൽ വായ ഇടയിൽ പിടിക്കണം, അല്ലെങ്കിൽ മൂടണം. ഈ മൂന്ന് സ്വരങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ് സർവ ശബ്ദങ്ങളും പദങ്ങളും വാക്യങ്ങളും. ആ പദങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നതായ അറിവേ നമുക്കുള്ളൂ. അപ്പം നമുക്കുള്ള ജ്ഞാനം, വേദജ്ഞാനമടക്കം എല്ലാ ജ്ഞാനവും ഈ മൂന്ന് സ്വരങ്ങളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നതാണ്. അതുകൊണ്ട് ശബ്ദം കൊണ്ട് ഒരു വിഗ്രഹം ഈ പരമേശ്വരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വിഗ്രഹമാണ് ഈ ഓം എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന വിഗ്രഹം കല്ലുകൊണ്ടും പഞ്ചലോഹം കൊണ്ടുമൊക്കെയാണ്. ആ ഓം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അറിവ് മുഴുവനും സൂചിപ്പിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമാണ്. ആ ഓങ്കാരം ജപിച്ചാലാണ് ശരീരത്തിന് ആരോഗ്യം പോലും ഉണ്ടാവുന്നത്. ഹാർട്ടിൻ്റെ പ്രവർത്തനശേഷിയും ആയുസ്സും വർദ്ധിക്കും. പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് മെലറ്റനിൻ എന്ന് പറയുന്ന ഒരു സെക്രീഷൻ ഉണ്ടല്ലോ, അത് കൂടും. എന്നിട്ട് ജരാനര വരൽ കുറയും കുറയും കുറയും. ക്യാൻസർ വരെ പ്രതിരോധമാണ് അതിന് ശരീരത്തിൽ നിന്നുണ്ടാവുന്നത്. പിന്നെ മനസ്സിനുള്ള സംഘർഷം അതും കുറയും. ഇങ്ങനെ പല വിധത്തിലുള്ള ശക്തിയാണ് മെഡിക്കൽ സയൻസ് പറയണത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യം ആധ്യാത്മികമായ നേട്ടമാണ് ഓങ്കാരാനുഷ്ഠാനം കൊണ്ട്. ആ ഓം എന്ന് പറയുന്നതിൽ എല്ലാം പെട്ടു. ആ ഓമിനെ പറ്റി പറയാണ്, ഏതദ്ധ്യേവാക്ഷരം ബ്രഹ്മ ഏതദ്ധ്യേവാക്ഷരം പരം ഏതദ്ധ്യേവാക്ഷരം ജ്ഞാത്വാ യോ യദിച്ഛതി തസ്യ തത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? ഏതദ്ധ്യേവാക്ഷരം ബ്രഹ്മ. ഈ ഓം എന്ന് പറയുന്നതാണ് ശബ്ദരൂപത്തിൽ പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നത്. പരബ്രഹ്മത്തിൻ്റെ അടുത്ത് പോവാൻ നമുക്ക് ശബ്ദം ജപിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഓങ്കാരം എടുത്ത് ജപിച്ചോളൂ. ആ ഓങ്കാരം എങ്ങനെയാ? ഓ അതങ്ങനെ മുഴങ്ങി അവസാനം അങ്ങോട്ട് എന്ന് പറഞ്ഞ് അവസാനിക്കണം. നിങ്ങളൊരു സൂത്രം പറഞ്ഞു തരാം, മനസ്സിലാക്കുമോ? കണ്ണടച്ച് ചുണ്ടു മൂടി മനസ്സുകൊണ്ട് മൂളൂ, ശബ്ദം കേൾക്കാതെ. ആ മൂളൽ മനസ്സിലേ പാടുള്ളൂ. മാനസാനുസ്വരമാവണം അത്. അങ്ങനെ വന്നാൽ മനസ്സ് നിശ്ചലമായി. ഒരക്ഷരവും ഒരു വാക്കും വരില്ല, എന്നാൽ മൂളലുണ്ടേനും. ഈ ഓങ്കാരം ജപിക്കുമ്പോൾ ആ ജപത്തിൻ്റെ അന്ത്യഭാഗത്തിൽ മനസ്സ് നിശ്ചലമാവുകയാണ്. അതാണ് ഇതിൻ്റെ വിശേഷം. അപ്പൊ ഈ അക്ഷരമുണ്ടല്ലോ, ഏതദ്ധ്യേവാക്ഷരം ബ്രഹ്മ, ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നതും ബ്രഹ്മവുമാണത്. ഏതദ്ധ്യേവാക്ഷരം പരം. ഈ ഒരു അറ്റ അക്ഷരം ഓമുണ്ടല്ലോ, ആ ഓമാണ് ഏറ്റവും പരമമായിട്ടുള്ളത്. യോ വേദാദൗ സ്വരഃ പ്രോക്തോ വേദാന്തേജ പ്രതിഷ്ഠിത. ഓങ്കാരത്തിൽ നിന്ന് തുടങ്ങി ഓങ്കാരത്തിൽ പരിസമാപിക്കുന്നതാണ് വേദമന്ത്രങ്ങളും സൂക്തങ്ങളും എല്ലാം തന്നെ. ഏതദ്ധ്യേവാക്ഷരം ജ്ഞാത്വ. ഈ ഓങ്കാരത്തിൻ്റെ ഘടനയും അത് സൂചിപ്പിക്കുന്ന പരമസത്യവും എല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നമുക്ക് പരമാത്മാവോടുകൂടി ഒന്നാമതൊരു സാക്ഷാത്കാരം, രണ്ടാമത് ഐക്യം വരെ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ അമാനുഷനായി, മനുഷ്യൻ ദിവ്യനായി, നരൻ ദേവനായി തീരുന്നതാണ് ഈ പരിണാമം. ആ ആൾക്ക് പിന്നെ എന്താ ഉണ്ടാവുക? സങ്കല്പശക്തി ഇങ്ങനെ വർദ്ധിക്കും. എന്താ ഈ സങ്കല്പശക്തി വർദ്ധിക്കുക? സാധാരണക്കാർക്ക് കയ്യിലും കാലിലും കണ്ണിലുമൊക്കെയാണ് അവരുടെ ശക്തി. ഈ തത്വജ്ഞാനികൾക്കും മഹർഷിമാർക്കും തപസ്വികൾക്കും മനസ്സാണ് പ്രമാണം. നമ്മുടെ പുരാണങ്ങളിൽ പല കഥയുണ്ടല്ലോ. ആ മഹർഷി ശപിച്ചു, ഈ മഹർഷിക്ക് തൃപ്തിയായില്ല. സാമ്പൻ എന്നൊരു കുട്ടിയെ വയറുകെട്ടി വീർപ്പിച്ച് ബ്രാഹ്മണരുടെ അടുത്ത് കൊണ്ടുപോയി, മഹർഷിമാരുടെ അടുത്ത് കൊണ്ടുപോയി, ദാ പെൺകുട്ടി ഗർഭമായിരിക്കുന്നു, ഉത്കണ്ഠയുണ്ട്, ഏത് കുഞ്ഞിനെയാ പ്രസവിക്കുക എന്ന് ചോദിച്ചു. അവർക്ക് കാര്യം മനസ്സിലായി, ദേഷ്യപ്പെട്ടു. ഇരുമ്പൊലയ്ക്കാ പെറുക എന്ന് പറഞ്ഞു. ആ ഇരുമ്പൊലയ്ക്ക് ഉണ്ടായി. കൃഷ്ണന്റെ വംശം നശിക്കാൻ അതാണല്ലോ കാരണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ?
മനസ്സിന്റെ ശക്തിയാണ് വർദ്ധിക്കുന്നത് ഈ ഓംകാരം കൊണ്ട്, ശരീരത്തിന്റെ ശക്തിയല്ല. ലോകം മുഴുവനും രചിച്ച ചേതനയുടെ സ്ഫുരണമാണ് മനസ്സ്. മനസ്സ് എന്ന് പറഞ്ഞാൽ ചേതന തന്നെ, ശുദ്ധ ചൈതന്യം തന്നെ. അതിൻ്റെ ആ മനുഷ്യരൂപം, പ്രാപഞ്ചിക രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ആ മനസ്സ് തപസ്സുകൊണ്ട് ശുദ്ധമായി എന്നുണ്ടെങ്കിലോ യോ യദിച്ഛതി തസ്യതത്, ആ മനുഷ്യന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വിരിയുന്ന ആ ഇച്ഛയുണ്ടല്ലോ, അത് തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ എന്നാ ആദ്യം പറഞ്ഞത്. വേദങ്ങളും തപസ്സും ബ്രഹ്മചര്യവുമെല്ലാം സൂചിപ്പിക്കുന്നതും ലക്ഷ്യമാക്കുന്നതും എന്തോ അതാണ് ഓം. ആ ഓം ബ്രഹ്മസൂചകമാണ്. ആ ഓംകാര തപസ്, ഓംകാര ജപം, അതിൻ്റെ അനുഷ്ഠാനം മനുഷ്യന്റെ മനസ്സിലെ സങ്കല്പശക്തി വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ആലംബമാണ് ഇത്. ഇത് വിട്ടൊരാശ്രയം നമുക്ക് വേണ്ട. സാധാരണ ഭക്തന്മാർ പറയും ഈശ്വരനാണ് ആശ്രയം എന്ന്. തത്വജ്ഞാനികൾക്ക് അവരുടെ നിഷ്ഠയും അവരുടെ തത്വമനനവും തത്വവിചാരവും മതി. അത് വിട്ട് ഒരു സാളിഗ്രാമം, ഒരു ശിവലിംഗം, പൂജ, അഭിഷേകം ഇതൊന്നും ആവശ്യമില്ല. അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് പരബ്രഹ്മ ചിന്തനമാണ്. കുറച്ച് കഴിഞ്ഞാൽ ചിന്തയും വേണ്ട അവർക്ക്. എല്ലാം പരബ്രഹ്മമായി തീരുകയാണ്. സർവം വിഷ്ണുമയം ജഗത് വാസുദേവ സർവമിതം, സർവം ബ്രഹ്മമയം ജഗത്, അങ്ങനെ ആയിത്തീരും. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം, ഇതാണ് പരം. പരം ഈ 3 സിലബിൾസ് സ്വരങ്ങൾ കൂടിച്ചേർന്ന് അവ്യക്തമായ ഒരു പരിസമാപ്തിക്ക് ചെല്ലുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വിരിയുന്ന ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും 3 അവസ്ഥകളും കൂടിച്ചേർന്ന് ചതുർത്ഥം എന്ന് പറയുന്ന നാലാമത്തതായിത്തീരും. ഈ നാലാമതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ 3 എണ്ണവും ഉണ്ടാക്കി തീർക്കുന്ന അധിഷ്ഠാനമാണ് ഈ നാലാമത്തത്. നാലാമത്തത് എന്ന് പറയുമ്പോൾ 1, 2, 3 കഴിഞ്ഞ് 4 എന്നല്ല, 1, 2, 3 അല്ലാത്ത ഒന്നിനെയാണ് 4 എന്ന് ഇവിടെ പറയുന്നത്.